നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. കുറേ നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഗാരേജ് ടൂറിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിരിക്കും ഇത്. രാവിലെ ഇറങ്ങിയാണ്, ഇപ്പോഴാണ് എത്തിയത്. ആൻഡ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ പിടികിട്ടി കാണും. നമ്മുടെ തൃശ്ശൂർ ഗഡിയുടെ എവിടെ ഓണർ വരും. നമസ്കാരം. ഞാനൊരു ഇൻട്രോ പറയാൻ വേണ്ടി താക്കോലൊക്കെ റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണിച്ചേ എവിടുന്ന് തുടങ്ങണ്ടെന്ന് അറിയത്തില്ല. കുറച്ച് കിഡിലെ കളക്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ പിന്നെ യൂട്യൂബിൽ അത് കാണിച്ച് എല്ലാരെയും ഒന്ന് അറിയിച്ചേക്കാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടല്ലോ. മിസ്സിംഗ് ഇപ്പോ ഇവിടെ ഏതാ? ഇവിടെ എന്റെ സിസ്റ്ററിന്റെ വണ്ടി ഉണ്ട്, സ്റ്റോക്ക് വണ്ടിയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്രിസ്റ്റ മിസ്സിംഗ് ആണ്. നമ്മുടെ ഒരു സീനായിട്ടുള്ള ഒരു BMW ഉണ്ട്, അത് കട്ടപ്പുറത്താണ്. പിന്നെ ഗോൾഫ് കാലങ്ങളായിട്ട് കട്ടപ്പുറത്താണ്. അത് BM-ഉം ഗോൾഫും പിന്നെ വേറെ ഏതാ വർക്ക്ഷോപ്പിലുള്ള? അല്ല, വർക്ക്ഷോപ്പിൽ ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പുറത്ത് പോയേക്കാം. അപ്പൊ നമുക്ക് ഉള്ള വണ്ടികൾ വെച്ചിട്ട് ചെയ്യാം. ബാക്കി പിന്നെ വർക്ക്ഷോപ്പിൽ പോയി കാണിക്കാൻ പറ്റുമെങ്കിൽ. അപ്പൊ നമ്മള് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി ആ വണ്ടിയുടെ അപ്ഡേറ്റ് കൂടെ കാണിച്ചേക്കാം. ആൻഡ് എന്തൊക്കെ കളക്ഷനാണ് ഉള്ളത്, ആൻഡ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? നമുക്ക് ഫസ്റ്റ് വണ്ടി തുടങ്ങാം. എനിക്ക് ഈ മഞ്ഞ കളർ ഭയങ്കര എസ്തെറ്റിക് വണ്ടിയാണല്ലോ. പണ്ടത്തെ മഞ്ഞ കളറല്ലേ? അതെ. ഓക്കെ, ഇത് നമ്മുടെ 1996 പത്മിനിയാണ്. അപ്പോൾ ദിസ് ഈസ് മൈ ഫാദേഴ്സ് ഫസ്റ്റ് കാർ. ആള് ഫസ്റ്റ് ജോലി കയറി മേടിച്ചാണ്. ഇങ്ങനൊന്നും ആയിരുന്നില്ല. നമ്മൾ ഈ ഒരു രൂപത്തിൽ കളർ കിട്ടിയപ്പോ ഏതായിരുന്നു? കളർ വൈറ്റ് ആണ്. നമ്മളൊരു ഐക്കോണിക് ഷെയ്ഡ്, നമ്മുടെ വെസ്റ്റ് ഒക്കെ ഇല്ലേ, ഇറ്റാലിയൻ യെല്ലോ എന്ന് പറയും, ആ ഒരു ഷെയ്ഡും പിന്നെ ഒരു പേൾ വൈറ്റ് റൂഫ്, പിന്നെ വീൽസ് അപ്സൈസ് ചെയ്തു. വണ്ടി ഫുള്ളി ബിൽട്ട് ആണ്. ലൈക്ക് എന്താ, ഒരു ബോൾസ് വരെ മാറ്റിയിട്ടുള്ള കണ്ടീഷനാ. തുരുമ്പ് പിടിച്ചൊരു ഇതായപ്പോ നമ്മള് ഫുള്ള് മെറ്റല് ഫുള്ള് എടുത്ത് കളഞ്ഞ് പുതിയ ജപ്പാൻ ഷീറ്റ് അടിച്ച് ഇതാക്കി. അത് വൈറ്റ് ബോൾസ് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ വണ്ടി ഒരു ലോവേർഡ് പ്രൊഫൈലാണ് ഇരിക്കുന്നത്, കാരണം ഇതില് സസ്പെൻഷൻ വരുന്നില്ല, ലീഫ് വരുന്നത്. ലീഫ് നമ്മൾ ഓരോ ലീഫ് ഊരെടുത്ത് ബെൻഡ് അടിച്ച് ഇറക്കി വെച്ചേക്കാം. പിന്നെ ഇന്റീരിയേഴ്സ് നമ്മൾ സെയിം ഇന്റീരിയർ കാണിച്ചു. പിന്നെന്താ, ഞാൻ ഇതൊരു 10 മിനിക്കകത്ത് കയറിയിട്ടില്ല, റോഡിൽ കൂടെ പോകുന്നതല്ലാതെ. എന്നാ പിന്നെ 10 മിനിക്കകത്ത് കയറാം. ഇങ്ങനെ പ്രസ് ചെയ്ത് തുറക്കണം അല്ലേ? യെസ്. ഇന്റീരിയേഴ്സും നമ്മൾ സെയിം എക്സ്റ്റീരിയറിലത്തെ തീം തന്നെ പിടിച്ചിട്ടില്ല, വൈറ്റും യെല്ലോവും. ഇത് ഫ്രണ്ടിലിട്ടാണ്. ഗിയർ ഒക്കെ ഇവിടെ ആയിരുന്നു അല്ലേ? ഇത് ഗിയർ ഏത് വർഷത്തെ മോഡലാ? 1996. ഇതിനെ കോളം ഷിഫ്റ്റർ എന്ന് പറയും ഗിയറിന്. നമ്മുടെ അംബാസഡറിന്റെ ഒരു അംബാസഡറിന് ചിലതിന് മാത്രമേ വരുന്നുള്ളൂ. ഇത് എന്താ പറയാ, ഈ സീറ്റ് കണ്ടോ, ഡ്യുവൽ സീറ്റ് അല്ല, ബെൻ സീറ്റാ വരുന്നത്. അതും ഫ്രണ്ടിലും ബാക്കിൽ വരുന്നതാണ്. ബാക്കിൽ നോക്കിയാലും അങ്ങനെ തന്നെ. കുടുംബ പേരാണോ? യെസ്, കരയാമ്പറമ്പിൽ ആദ്യത്തെ വണ്ടി. ഇവിടുന്നാണോ ഡാഡിയുടെ ക്രേസ് തുടങ്ങുന്നത്? യെസ്, ഇതിന് മുന്നേ തൊട്ട് ഡാഡിയുടെ ക്രേസ് തുടങ്ങിയിട്ടുള്ളതാണ്. ആള് എന്നെക്കാളും ലൈക്ക് ഐ ഗസ് ഒരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള ക്രേസ് ആണ്. ഓബ്വിയസ്ലി സ്കെയിൽ മോഡൽസ് കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പ്രാന്തായത്. ഈ കിടക്കുന്ന പടക്കുതിരയെ പറ്റി പറയൂ, കേക്കട്ടെ. ദിസ് ഇസ് നമ്മുടെ 1997 ഐ ഗസ് ലാൻഡ് ക്രൂസർ 8 ആണ്. 4.2 ലിറ്റർ ടർബോ ഡീസലാ വരുന്നത്. കൊണ്ടു ഇതെല്ലാം കിടിലൻ കണ്ടീഷൻ തന്നെ കിടക്കും. എല്ലാം പെർഫെക്റ്റ്ലി മെയിൻറ്റൈൻ ആണ്. ഇതിന്റെ ചാവി ഞാനൊന്ന് തപ്പട്ടെ. ഈ മോഡൽ അല്ലേ മറ്റേ രാവണപ്രഭുവിനകത്ത് മോഹൻലാലിന്റെ ഇരിക്കുന്നത്? അത് 100 സീരീസ് ആവുന്നു. ഇത് ഏതാ മോഡൽ? ഇത് 80 സീരീസ് ആണ്. ഇത് നമ്മുടെ കിങ് ഓഫ് കോത്തയിൽ മറ്റേ വില്ലന്റെ വണ്ടിയില്ലേ? അപ്പോ ഇന്റീരിയേഴ്സ് നമ്മള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്റീരിയർ നോക്കി. ഇത് വുഡൻ പാനലിംഗ് ആണോ? ക്ലസ്റ്ററും ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈൽസ് പെർ അവർ എടുക്കേണ്ടത്. അതിന്റെ ഇടയിൽ കിലോമീറ്റർ പെർ അവർ കിടക്കുന്നുണ്ടോ? അത് അന്നത്തെ മോഡലിന്റെ പ്രത്യേകതയാണോ? അതെ, ഇത് ആക്ച്വലി ജപ്പാൻ ഇമ്പോർട്ട് ആണ്. പക്ഷെ ക്ലസ്റ്റർ നമ്മൾ UAE എന്തോ ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. നല്ലൊരു ഓറഞ്ച് തീം. ഓരോ വണ്ടിയും ഓരോ കളർ തീമിന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം. അതെ, ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടുമായിരിക്കും? എന്നാലും മൈലേജിനെ പറ്റി ഐ ഗസ് ഒരു 6ന്റെ അടുത്തൊക്കെ കിട്ടും തോന്നുന്നുണ്ട്. 4200 cc ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, ഇതിന്റെ മൈലേജ് ആണെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചത്. പിന്നെ വിട്ടു മൈലേജ് സാധനം. ഇത് കൊള്ളാല്ലേ? ഇതൊരു ഭയങ്കര സാധനം. ഇത് ആക്ച്വലി ഒറിജിനൽ X3 വരുന്നത്. അത് അങ്ങനെ തന്നെ ലൈക്ക് പൊട്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് മാഗ്നറ്റ് പോലെയാണോ? അല്ല, ഒരു സാധനമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്രിൽസ് നമ്മൾ ഇതിൽ ആക്ച്വലി ഒരു എന്താ പറയാ ഗ്രേ ഷെയ്ഡാ വരണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് ഈ ഒരു ഇവിടെ ഫുൾ അവർ ഗ്രേ അടിച്ചു വെച്ചേക്കായിരുന്നു. ക്രോം കിട്ടാതായപ്പോ നമ്മള് ഗ്രില്ല് തന്നെ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് പുതിയ സാധനം സെറ്റപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പൊ ഇനി
അറൌണ്ട് ഒരു 5 lakhs നമ്മൾ ഈ മോഡിഫിക്കേഷന് മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബുഷ് കിറ്റ് കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടായിരിക്കും? 1 lakhന് അടുത്തൊക്കെ ഓടിയുള്ളൂ. ഇത് അധികം ഓടിയിട്ടില്ല. ഐ ഗെസ് ഒരു 87 80. 1 lakh എന്ന് പറഞ്ഞാൽ 10,000. അതെ 10,000 അല്ലേ, ഇതൊക്കെ എന്ത് ചോദിക്കും. എൻലൈനിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. അതെ എൻലൈൻ മെല്ലെ ബ്രോ പിടിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ഇപ്പോഴും എവിടെ നിന്ന് തുടങ്ങണമെന്ന് മനസ്സിലായിട്ട് എന്തായാലും ഒരു ഫസ്റ്റ് വോക്ക് അറൗണ്ട് പോവാന്ന് വെച്ചു. ഓക്കെ, ബെൻസ് ഇത് ബെൻസിന്റെ മാത്രം ഏരിയ ആണ്. യെസ്, ഇത് ബെൻസിന്റെ മാത്രം ഏരിയ ആണ്. ഫ്യൂച്ചറിൽ ഹോപ്പ്ഫുള്ളി ഇയറിനോട് ആഡ് ചെയ്തിട്ട് ഫുൾ ആക്കാന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ കിടക്കുന്നത് മോഡലാ? ഇത് സി ക്ലാസ് ആണ്. ഇയർ എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. നമ്മള് W205 എന്ന് പറയുന്ന ഒരു ചേസി ലൈനാണ് വരുന്നത്. ഇതിലാണ് നമ്മുടെ എന്താ പറയാ ലൈക്ക് ബെൻസിന്റെ തുടക്കം വരുന്നത്. യെസ്, അപ്പൊ അച്ഛനെന്ന് വെച്ചാൽ പണ്ടോട്ട് ബെൻസ് എന്ന് വെച്ചാൽ പ്രാന്താണ്. സോ ആള് ഫസ്റ്റ് സേവ് അപ്പ് ചെയ്ത് വെച്ച വണ്ടി ഇതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇത് അധികം ലൈക്ക് ഓടിക്കാറൊന്നും ഇല്ല. കാരണം പേഴ്സണലി എനിക്ക് ഓടിക്കാൻ നേരം മടിയ ലെങ്ത് ഉള്ള എനിക്ക് ഓടിക്കാത്തത്. യെസ്, പിന്നെ നമ്മൾ 2026 ഒന്ന് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് എ ക്ലാസ് എടുത്തായിരുന്നു. ഇത് ആക്ച്വലി കണ്ടപ്പോ ഭയങ്കര നല്ല ക്യൂട്ട് വണ്ടിയാണ്. പിന്നെ ചുമ്മാ ആഡ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ട് കളർ മാറ്റിയപ്പോലും കുറച്ച് ക്യൂട്ടായിട്ട് നടക്കാൻ പറ്റും. അതെ, ഞാനിപ്പോ ഇത് റാപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ എന്റെ മൈൻഡിലുണ്ട്. ഏത് കളർ? ഓ, പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ കറന്റ് ഇപ്പൊ എല്ലാ വണ്ടികളും വർക്ക്ഷോപ്പിലുണ്ട്. എല്ലാം ഇറങ്ങിയിട്ട് എടുക്കാന്നുള്ളൊരു പ്ലാനില്ല. പിന്നെ ഇതാണ് നമ്മുടെ ക്രൗൺ ജുവൽ ഗരാജിന്റെ. നമ്മള് ഫസ്റ്റ് പ്രൊജക്ട് കാർ ആയിട്ട് എടുത്ത് ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ്. വെച്ചാൽ ഈ വണ്ടി ആക്ച്വലി ഭയങ്കര മോശം കണ്ടീഷനിലായിരുന്നു. ഒരു ബ്ലാക്ക് പെയിന്റ് ഒക്കെ പൊളിഞ്ഞു പോലത്തെ ഒരു സെറ്റപ്പും ഇന്റീരിയേഴ്സ് ഒക്കെ ഫുള്ള് പോക്കായിരുന്നു. അതിന്റെ ഇത് 1986 മോഡലാണെന്ന് തോന്നുന്നു. ലോഗോ ബ്ലൂവും വൈറ്റ് സിൽവർ ഒക്കെ ആയിട്ടാ. പിന്നെ വൈറ്റ് ഐവറി ഷെയ്ഡ്, അതും ആ റെഡ് ബീഡിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഞാനും അച്ഛനും ആക്ച്വലി കുറെ റിസർച്ച് ചെയ്ത് നല്ലവണ്ണം എങ്ങനെ ചെയ്യണേ, ഇതുപോലെ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തെടുത്ത വണ്ടിയാണ്. അപ്പൊ അത് എടുത്തിട്ട് തന്നെ ഏകദേശം ഒരു 6 months അടുത്ത് വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഫുൾ അടിപൊളിയാക്കി സെറ്റാക്കി ബ്യൂട്ടിഫുൾ ആക്കി എടുത്തു. 3 ലക്ഷം കിലോമീറ്റർ ഓടിയോ? പിന്നെ അത് ആക്ച്വലി മീറ്റർ വേറെ ആണോ? മീറ്റർ കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേറെ മാറ്റി വെച്ചത്. അത് UAE മീറ്ററാ തോന്നുന്നുണ്ട്. അപ്പൊ അതിലങ്ങനെ കാണിക്കും. അത് നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി പണ്ടത്തെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തല്ലേ ഹോൺ വർക്ക് ചെയ്തുള്ളൂ അങ്ങനെ തോന്നുന്നു അല്ലേ? നോക്കട്ടെ, അത് ഈ ഹോൺ അടിച്ചു പോയതാണോന്ന് എനിക്കറിയില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. പിന്നെ എന്താ പറയാ, വീൽസ് ആയാലും നമ്മള് ഒറിജിനലി സോഴ്സ് ചെയ്തിട്ട് എടുത്തത് തന്നെയാണ്. ഇതിൽ വരുന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവം ശരിക്കും? മറ്റേ ഇത് വൈറ്റ് ബോൾസ് എന്ന് പറയും. മറ്റേ ഇറ്റാലിയൻ വണ്ടികൾക്കാണ് കൂടുതൽ യൂസ് ചെയ്യുക വേണ്ടിയുള്ളതാണ്. അതെ അതെ. ഇപ്പൊ ഇന്റീരിയേഴ്സ് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റും ഇതും. പിന്നെ ഇത് ആക്ച്വലി ഫുൾ ക്രോമ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ബോഡി കളർ ഫുൾ ഒന്ന് മാസ്ക് ചെയ്തെടുത്ത് സെറ്റ് ആക്കിയതാണ്. പിന്നെ ഇതിന്റെ ആക്ച്വലി റോഡ് ലെങ്ത് ഉണ്ട് ഇതിന്. ഇത് ഐ ഗെസ് 4.5 മീറ്റർ ആണോ? 4ക്ക് മേലുണ്ടാവും. പിന്നെന്തായാലും വിരിഞ്ഞു കിടക്കുക. ഐ ഗെസ് ആ സി ക്ലാസിനേക്കാളും ഫ്രണ്ട് ബാക്കിലേക്ക് ഉണ്ടല്ലേ. അത് കുറച്ചുകൂടെ കോമ്പാക്ട് ആയി. ഇതിനേക്കാളും ലെങ്ത് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ എടുക്കുന്നത്. 2 ക്രിസ്റ്റയുടെ നീട്ടുണ്ടാവും. നമ്മുടെ 7 സീരീസ് ആണ്. ഇത് ആക്ച്വലി ഇൻസെയിൻ റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഇപ്പൊ ഞാൻ മറ്റേ ക്രിസ്മസിന് ഈ സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ റീല് കണ്ടായിരുന്നു. അതെ, അപ്പൊ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ സാധനം. ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ലൈറ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ്. ഇത് ആക്ച്വലി ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഡെക്കറേഷന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ചുമ്മാ ഒരു ക്രിസ്മസ് തീമിൽ യൂസാന്ന് വിചാരിച്ചാൽ. ഇതിന് ആക്ച്വലി ഒരു ഇൻലൈൻ 5 ആണ്. പക്ഷെ അധികം അൺകോമൺ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇൻലൈൻ 5 എന്ന് പറയുന്നത്. ഡീസൽ 3 ലിറ്റർ ആണ് വരുന്നത്, നാച്ചുറലി ആസ്പിറേറ്റഡ്. അത്യാവശ്യം നല്ല പറക്കും. പഴയ വണ്ടി കയറില്ല എന്ന് വിചാരിക്കുന്നത് വെറും തെറ്റാ. ഇത് അതുപോലെ LC ഒക്കെ നല്ലവണ്ണം പറന്നു പോണ വണ്ടിയാണ്. ഓക്കെ, എനിക്ക് ഗ്യാരേജിൽ ഇത് മാറ്റ് ഫിനിഷ് ആണ് ഇത്. യെസ്, മാറ്റ് ആണ്. ഓ, ഇത് കൊള്ളാം. ഞാൻ മെറ്റാലിക്/മാറ്റ് ഫിനിഷ്. ഈ കളറിൽ മാറ്റ് കണ്ടിട്ടില്ല. അത് ആക്ച്വലി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേഴ്സ് എടുത്ത് കാണിക്കും. ഓ, ഐസ് നോക്കി. വീഡിയോയിൽ എത്ര ക്ലിയർ ആയി കാണുമെന്ന് നമുക്ക് അറിയില്ല. ഒരു ഷൈനിനെസ് കളങ്ങിക്കൊണ്ടിരിക്കും. ഓ, അത് കൊള്ളാം. ഇത് എന്ത് കളർ എന്ന് പറയുന്നത്? ഇത് മാറ്റ് മെറ്റാലിക് ഷെയ്ഡ് ആണ്. ഒരു ബ്ലൂയിഷ് ഗ്രേ ആ ഒരു ഷെയ്ഡ്. സ്പെസിഫിക് ആയിട്ട് അച്ഛനാണ് അറിയണ്ടാവുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് വില്ലീസ് കമോൺ. വില്ലീസ് കണ്ടിട്ട് നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല. വില്ലീസ് ഉണ്ടായത് തന്നെ വൈ നോട്ട് വില്ലീസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോ ഇതൊക്കെ എടുത്ത് അല്ല, ഇത് ആക്ച്വലി ഫസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ക്ലാസിക്സിലേക്ക് 10 ഫസ്റ്റ് ക്ലാസിക് വണ്ടി മേടിക്കുന്നത് ഇതാണ്. ഇതിന്റെ ഇയർ ഗസ് ചെയ്യാൻ പറ്റും. 1966. അപ്പൊ എത്ര വർഷം ഉണ്ട് ഇതിന്? കുറച്ചധികം ഉണ്ട്. എന്റെ അച്ഛനേക്കാളും 3 വയസ്സ് പ്രായമുള്ള വണ്ടിയാണ്. ആണല്ലേ? അപ്പൊ ഇത് ബേസിക്കലി അച്ഛന്റെ ഡെയിലി ഡ്രൈവറാണ്. ആള് മഴയാണെങ്കിലും വെയിലാണെങ്കിലും സുനാമി ആണെങ്കിലും ഈ സാധനത്തിലേക്ക്. അയ്യോ,
പിന്നെ സാധനം ലൈക്ക് പഴയ വണ്ടി എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് അടിയിൽ വണ്ടി സ്റ്റാർട്ടാവും. ആണല്ലേ? ഞാനപ്പോൾ കാണിച്ചു തരാം. ഇഗ്നിഷൻ ഓൺ ചെയ്ത് വെക്കുക. ആ ഒരു ഡീസലിന്റെ വൈബ്രേഷൻ. പിന്നെ ആക്ച്വലി അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യന്റും ആണ് വണ്ടി. പിന്നെ കോമ്പാക്റ്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ വണ്ടികളുടെ പാർട്സ് ഒക്കെ ഇതിന്റെ ബാക്കിലിട്ട് കൊണ്ടുപോകാം. അതെ, പുറകെ ഇരിക്കുന്നവർ നൈസായി. ഇതും കൂടെ മാറ്റി കഴിഞ്ഞാൽ വൈബായിരിക്കും അല്ലേ? ഓപ്പൺ ചെയ്ത് ഓടിക്കാനും നല്ല രസമാണ്. അത് കൊള്ളാം. സൗണ്ട് EV പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സൗണ്ട്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം വരുന്നത്, പല ടൈപ്പിലുള്ള നമുക്ക് കാർ കളക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ക്ലാസിക് അല്ലെങ്കിൽ വിൻറ്റേജ് ടൈപ്പ് ഓഫ് കാറുകൾ കൂടുതൽ? അത് ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പേഴ്സണലി പുതിയതും ഉണ്ട്, ബട്ട് പുതിയ വണ്ടികൾക്ക് ആ ഒരു സോൾ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ക്രീൻസ് ടെക്നോളജി. പക്ഷേ ഈ റോ ഫീലും എന്താ പറയാ ഒരു റോഡ് പ്രസൻസും അത് വിന്റേജ് വണ്ടികൾ ഏതൊരു വിന്റേജ് ഇപ്പോൾ ഒന്നും വേണ്ട. നമ്മുടെ പദ്മിനി നോട്ട് ദാർ എന്താ പറയാ അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. ആ ഒരു സാധനം ഈ ഒരു ബിൽഡ് കഴിഞ്ഞിട്ട് റോട്ടിൽ കൊണ്ടുപോയാൽ അത് ആൾക്കാർ തിരിഞ്ഞു വെക്കും. മേ ബി എന്റെ ബെൻസിന് അടുത്ത് കൊണ്ടുപോയാൽ അതിനേക്കാളും കൂടുതൽ റോഡ് പ്രസൻസ് അതിന് കിട്ടത്തില്ല. അതാണ്. പിന്നെ ആ ഒരു വണ്ടികൾ നമുക്ക് വൈഡ്ലി കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ലൈക്ക് എനിത്തിങ് ഇപ്പോൾ ഈവൻ എന്താ പറയുക പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സൈഡ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ സുഖമായിട്ട് മെക്കാനിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും മെക്കാനിക്കൽ മാത്രമേ ഉള്ളൂ. ECU പ്രോബ്ലംസ് ഒന്നും ഇല്ല. എന്റെ BMW വേറൊരു കേസാണ്, അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ താക്കോലുകളൊക്കെ ഇവിടെ വെക്കുന്ന തൽക്കാലത്തേക്ക് ഇത് ആക്ച്വലി എനിക്കൊന്ന് i20 ആണ്. ഇത് ഇതിന്റെ ആണോ? ലാൻഡ് ക്രൂസറിന്റെ. ഇത് A ക്ലാസ്, C ക്ലാസ് 1 2 3. വേറെ കുറച്ചധികം ചാവികളുണ്ട്, അത് എവിടെയാണെന്ന് അറിയത്തില്ല. അതെ, ഗോൾഫിന്റെ ചാവി അവിടെ, BMW ചാവി അവിടെയാണ്. അപ്പോ ഇനിയും ഗാരേജിലോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള വണ്ടി ഏതായിരിക്കും? എനിക്ക് പേഴ്സണലി ഒരു സ്പോർട്സ് കാറിലേക്ക് കിടക്കണം എന്നുണ്ട്. മേ ബി ബൈ 2027 വരെ നമുക്ക് നോക്കാം. പ്രോപ്പർ സ്പോർട്സ് കാർ. ഐ മീൻ ഒരു എൻട്രി ലെവൽ ആയാലും കുഴപ്പമില്ല. അതായത് ആ ലിസ്റ്റിനകത്ത് ഏതൊക്കെ വരുമായിരിക്കും കൺസിഡർ ചെയ്യുമായിരിക്കും? ലിസ്റ്റിനകത്ത് ഒരു Z4 മേ ബി. അത് ലൈക്ക് സൂപ്പർ കാർ അല്ല, സ്പോർട്സ് കാർ. ഒരു 987 Cayman. അങ്ങനെ ഞാൻ വർക്കിന് കയറിയിട്ട് ഞാൻ എടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ. അപ്പോൾ അച്ഛൻ പിന്നെ ഫുള്ളി ഇൻടു ക്ലാസിക് സംതിങ് ലൈക്ക് SL350 അങ്ങനത്തെ ഒരു പഴയ ഒരു അതെ പഴയ സ്പോർട്സ് കാർ ആണ് ആൾക്ക് താല്പര്യം. നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഹെറാൾഡ്. അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛനെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ, കാരണം പുറത്ത് പോയിക്കാണ്. വരത്തില്ലല്ലോ വൈകിട്ടത്തേക്ക്? ആള് ഒരു 6:30 ആവും. ലേറ്റ് ആവും. എനിക്ക് അങ്ങ് പോകണ്ട. അപ്പോൾ നമുക്ക് എനിക്കൊരു ഇതിലേതെങ്കിലും ഒരു റാൻഡം ആയിട്ട് 3 കാറിൽ ഡ്രൈവ് പോവാം. അതിൽ നമ്മൾ BM-ഉം നമ്മുടെ ഗോൾഫും കാണാൻ വേണ്ടി നമുക്ക് വില്ലീസിൽ പോവാം. അല്ല ജസ്റ്റ് ഡ്രൈവ് നമുക്കിപ്പോൾ ഏതിനകത്തൊക്കെ പോകും? ലാൻഡ് ക്രൂസറിൽ പോവാം. ഓക്കെ. പത്മിനി ഓർ 1 2 3 വിച്ച് യു പ്രിഫർ? സ്റ്റാർട്ട് ആവണമെന്ന് നമ്മൾ അതിൽ പോകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ലാൻഡ് ക്രൂസറിൽ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. റെഡി അല്ലേ? യെസ്, റെഡി. യെസ്, പോയേക്കാം. എത്ര? 4 ലിറ്ററോ? 4.2 ലിറ്റർ LC. കയറി നോക്കാം. സാധനത്തിന്റെ സ്റ്റാർട്ട് അപ്പ് ആവണതിന്റെ സൗണ്ട് ഇസ് ലൈക്ക് ഇൻസെയിൻ. എന്നാ ഒരു സെക്കൻഡ്. ചൂടേ. ഓക്കെ. പഴയ വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യം ലൈക്ക് കുറെ പേർക്ക് ഒരു മിസ്കൺസെപ്ഷൻ അതാ, പഴയ വണ്ടികൾ സ്റ്റാർട്ട് ആവൂല, അതാവൂല, ഇതാവൂല. പക്ഷെ പഴയ വണ്ടികളാണ് സ്റ്റാർട്ട് ആവുന്നത്. അതെ, ലൈക്ക് not to be offensive, I know bro Tata ആണ്, but I've seen more Tatas on a what do you call that flatbed than vintage cars. I'm not being offensive, but come on. ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഫ്ലാറ്റ് ബെഡിൽ കയറാറുണ്ട്, അത് കയ്യിലിരിപ്പെന്ന് പറയും. ഇതിൽ AC ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. അത് കയറിയപ്പോൾ തന്നെ മനസ്സിലായത്. അപ്പുറത്തെ സഫാരി എടുക്കണ നോക്കി നമുക്ക് ആക്ച്വലി ആ നാനൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് ഡിഫറൻസ് അറിയും. ശരിയാ. ഇതിന്റെ ഇന്റീരിയർ നമുക്ക് ഈ കൺട്രോൾസ് ഒക്കെ എന്താണാവോ? അതെനിക്ക് വലിയ പിടുത്തില്ല, എനിക്ക് ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇവിടെ അമർത്തി AC വരുന്നുള്ളൊരു കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. ബാക്കി വേറെ ഇത് സ്റ്റോക്ക് വന്ന സിസ്റ്റം ആണോ? അല്ലല്ലോ, ഇത് ആക്ച്വലി ബ്ലൂ പോയിന്റ് ഉണ്ടായിരുന്നതാണ് മേടിക്കാൻ തന്നെ. പിന്നെ റിപ്ലേസ് ലൈക്ക് മ്യൂസിക് സിസ്റ്റം ആൻഡ് ഓൾ ഡസന്റ് വർക്ക് ദാറ്റ് വെൽ. ബട്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ടെർബോ സൗണ്ട് കേൾക്കുമ്പോൾ ആർക്കാണ് മ്യൂസിക് ഉണ്ട്. ശരിയാണ്. ഇതെന്ത് മെറ്റീരിയലാ? ഇത് ആക്ച്വലി സെമി റെക്സിൻ, മറ്റേ അൽക്കണ്ടാര പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അൽക്കണ്ടാര അല്ല, റാപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി പവർഫുൾ ഫോർ എ 2.2 ടൺ വെഹിക്കിൾ. എല്ലാത്തിലും ഇത് വെച്ചിട്ടുണ്ടല്ലേ?
ഡാഷ് ക്യാം നമ്മുടെ എല്ലാ വണ്ടികളിലുണ്ട്. പദ്മിനിയിൽ ഡാഷ് ക്യാം വെക്കാൻ പവർ സപ്പോർട്ട് ഇല്ല. പവർ സപ്പോർട്ട് ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ഇറ്റ്സ് ബെറ്റർ ടു ബി സേഫ് ദെൻ സോറി എന്നല്ലേ പറയാം. അതെ, ആക്ച്വലി വണ്ടി വലിയും, പക്ഷെ ബ്രേക്ക് അധികം ലൈറ്റ് ആയതുകൊണ്ട് ബ്രേക്ക് ആക്ച്വലി കുറവല്ല. ഇത് യൂസ് ചെയ്യാതെ വെച്ചിട്ട് പ്രോബ്ലം വരുന്നതാ. ആണ്ടാ ഇങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി അടിക്കും. ഒന്നുപോലെ നേരെ പോലെ സൈഡ് താ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുത്ത് നോക്കാം. അങ്ങനെ കയറി പോകും. പഴയ വണ്ടി ആയതിൻ്റെ യാതൊരു വിധ പ്രോബ്ലംസ് ഇങ്ങേരിക്കില്ല. ഇങ്ങനെ ലൈക്ക് ഇതിൻ്റെ എന്താ പറയുക ടേബോ അപ്സൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം സ്റ്റോക്ക് ഞാൻ വേറെ കണ്ടിട്ടുള്ള വണ്ടികളിലേക്കാളും നല്ല ഇതുണ്ട്. പിന്നെ ആ ഒരു സ്പീഡ് നമുക്ക് അറിയില്ല. ഇറ്റ്സ് ആക്ച്വലി മെയ്ഡ് ഫോർ ടൂറിങ്. ഒരു ഹൈവേ ക്രൂസർ എന്നുള്ള രീതിക്കുള്ളൊരു ഇതിപ്പോ ഇതിനകത്ത് 50 കിലോമീറ്റർ MH ആണ് കാണിക്കുന്നത്, ഐ മീൻ MPH ആണ് കാണിക്കുന്നത്. ശരിക്കും അപ്പൊ എത്ര പോകുന്നത്? ഒരു 80 ആ റേഞ്ചിലായിരിക്കും നമ്മൾ പോകുന്നത്. 60 തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 100ന്റെ ആ ഒരു ടെറിട്ടറിയിലായിരിക്കും. 100 ഒന്നും നമ്മൾ ഇതിപ്പോ ആക്ച്വലി ഞാൻ ഇവിടെ അധികം പുഷ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ അല്ലാത്തതുകൊണ്ട് ഞാൻ പുഷ് ചെയ്യുന്നില്ല. ആക്ച്വലി പ്രിറ്റി എന്താ പറയാ ഗുഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. നമുക്ക് നൈസായിട്ട് ഇപ്പൊ തന്നെ വർക്ക്ഷോപ്പിൽ കയറുന്നതായിരിക്കും നല്ലത്. കാരണം അവർ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ഒന്ന് മൂഞ്ചി വർക്ക്ഷോപ്പിൽ കയറാം. സോ നേരെ ആ ബോണറ്റും പൊക്കി കൊടുക്കുന്നത് നമ്മുടെ വണ്ടിയാണ്. ഓ ഇതിന്റെ ബോണറ്റ് പൊക്കിയില്ലേ, മൈ ബാഡ്. അപ്പുറത്ത് ഇപ്പുറത്തും നോക്കി കിടക്കുന്നുണ്ടോ ഈ 38ഉം ഗോൾഫും? കണ്ണും കണ്ണും കോപ്പിറൈറ്റ്. വർക്ക്ഷോപ്പിൽ വന്നിട്ട് അതും കൂടെ കാണിച്ചു തന്നേക്കാം. ഇതെടുത്തപ്പോ CTM എന്താ? CTM ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ മൈസൂരിന്റെ ഒരു രജിസ്ട്രേഷൻ ആണ്. ഒരു വിന്റേജ് 3 ലെറ്റർ അല്ലേ? അന്നത്തെ സമയത്താണോ? അതെ, അന്നത്തെ സമയത്ത് മൈസൂർ. മാറ്റണ്ടേ അതോ ഇങ്ങനെ മതി? അല്ല, എനിക്ക് ആക്ച്വലി മൈസൂരിൽ അഡ്രസ് ഉണ്ട്. അപ്പൊ അവിടത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്ന. പിന്നെ വീൽസ് ഒന്നും ഇതായിരുന്നില്ല. ഇതിന്റെ ആക്ച്വലി ഒറിജിനൽ വീൽസ് വാസ് വേ ബെറ്റർ. ആ സാധനം കണ്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇതിന്റെ 4 ഹബും സ്കോഡ ലോറയുടെ മാറ്റാണ്. അതുപോലെ ഷോക്സും സ്കോഡ ലോറയുടെ ആക്കാണ്. ബേസിക്കലി പുറത്ത് കാണുമ്പോൾ ഗോൾഫ് ആണെങ്കിലും വണ്ടി സ്കോഡ ലോറയാണ്. പിന്നെ ഇന്റീരിയേഴ്സ് കണ്ടോ, ഈ ഒരു കണ്ടീഷനിലായിരുന്നില്ല. എൻ്റെ വണ്ടി നല്ല ഭംഗിയുള്ള വണ്ടിയായിരുന്നു. സ്പാക്കോടെ റേസിംഗ് സീറ്റ്സ് ആണ് വരുന്നത്. ബക്കറ്റ് ഇവിടെ ഗെയിമിംഗ് ചെയർ പോലും. അതെ, ആ ഒരു സെറ്റപ്പിലാണ്. പിന്നെ ആക്ച്വലി എന്തൊക്കെ പണിയൊക്കെ കയറ്റിയേക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഫുള്ള് ലോറ കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഷോക്ക് ആയാലും ഹബ്സ് ആയാലും. ഇതിന്റെ ഇങ്ങോട്ട് ഒരു സാധനം കാണിച്ചു തരാം. വീല് കണ്ട? ഏതാ വീല് കണ്ട? ഡിസ്കിന്റെയും വീലിനും ഗ്യാപ്പ് കണ്ട? ഡിസ്കിന്റെ സൈസ് നോക്കി, ചവിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കില്ല വണ്ടി അവിടെ നിൽക്കും. അപ്പൊ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഷോക്ക് ഇപ്പോൾ ലോറയുടെ ആണ്. അപ്പൊ അതിന് വേറെ സ്പ്രിങ്സ് ഒക്കെ ഇട്ട് ലോർ ചെയ്യാൻ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് വണ്ടിക്ക് നല്ല ഹൈറ്റ് അതിൽ വെച്ചുകൊണ്ട് തോന്നുന്നതാ. നമ്മൾ ഇനി ലോവർ ചെയ്യാം ആക്ച്വലി. എല്ലാ വണ്ടികളും മെക്കാനിക്കൽ സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്. അതെ, നമ്മളിപ്പോ എന്തൊരു ചെറിയൊരു ഇഷ്യൂ വന്നാൽ വരെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാൻ ഫിക്സ് ചെയ്യാം, എന്നിട്ട് എടുക്കുള്ളൂ. പിന്നെ അത് നമ്മുടെ E38 ആണ്. ഇതിനെ പറ്റി പറയാം. ദിസ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ റയറസ്റ്റ് BMWs യു ക്യാൻ ഓൺ. ഈ കണ്ണ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? സ്റ്റോക്ക് അല്ല. നമ്മള് എന്റെ ഒരു പറഞ്ഞിട്ട് ആള് കസ്റ്റം ചെയ്ത് വന്നതാണ്. നമ്മൾ ആക്ച്വലി വണ്ടി എടുത്തപ്പോ ഒരു ലൈക്ക് പെയിന്റ് ആൻഡ് ഓൾ വാസന്റ് ദാറ്റ് ഗുഡ്. കുറെ പോളിഷ് ഉണ്ടായിരുന്നു. ഫുള്ള് സെറ്റ് ആക്കി, വീൽസ് റീപെയിന്റ് ചെയ്തു ഈ ഒരു ഷെയ്ഡിലേക്ക്. ആൻഡ് ഇതിന്റെ ആക്ച്വലി റിയർ മറ്റേ എയർ പോലത്തെ ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്, ആ സ്പീഡിനനുസരിച്ച് ഇറങ്ങുന്ന പോലെ. പിന്നെ ഈ സാധനം തൊട്ടപ്പുറത്ത് മറ്റേ സാങ്കേതിക എക്സ്റ്റൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ബാക്കും നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഒരു എക്സാക്ട് ലെങ്ത് നമുക്ക് പിടുത്തം കിട്ടും. ഐ തിങ്ക് LCയുടെ അത്ര തന്നെ ഉണ്ടാവും തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, വീതിയുണ്ട്. ഇതപ്പോ നമ്മള് ഒരു 2 days കിട്ടും. ഇത് 2.8 ലിറ്റർ പെട്രോളാണ് വരുന്നത്. ഇൻലൈൻ 6 BMW. പിന്നെ അവർ ഇൻലൈൻ 6 വേണ്ടിയാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആക്ച്വലി ഇൻടേക്ക് ബൂട്ട് പോയി എടുക്കുക. അപ്പൊ അതുകൊണ്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ റെസ്പോൺസ് പറയും. അതിന് വേണ്ടി മാത്രമാണ്. അതിന് വേണ്ടി മാത്രം. അപ്പൊ ആ പാട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ പൊടി പിടിച്ചെടുക്കുന്ന അതിന്റെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ 728 നമ്പർ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി BMWയുടെ 728i ആണ് വരുന്നത്. അപ്പൊ ആ ഒരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തത്. ആസ് ഓഫ് നൗ ഇതിന് ഇനി വേറെ മോഡിഫിക്കേഷൻ പ്ലാൻസ് ഇല്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഒരു ആരോ ഒക്കെ ഇട്ടിട്ട് ലോർ ചെയ്യാം. പക്ഷെ ഇത് പണിഞ്ഞ് മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ സെറ്റാ. അതെ, ഇതിപ്പോ ആക്ച്വലി ഈ സാധനം മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. മൈലേജ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഐ ഗസ് ഒരു 2-3 hour റേഞ്ചിലാണ് കിട്ടുക. 3 ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അത്രേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ XP95 മാത്രമേ കുടിക്കത്തുള്ളൂ. XP95 കുടിക്കില്ല ആൾക്ക്. XP100 നിർബന്ധിച്ച് കുടിക്കുമോനെ എന്ന് പറഞ്ഞ് കൊടുക്കണം, അല്ലാതെ ആള് കുടിക്കില്ല. ഈ മോഡൽ ഈ എഞ്ചിന്റെ പ്രത്യേകതയാണോ? എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് പഴയ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് E20യുടെ നോംസ് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് എഞ്ചിന് ഭയങ്കര ഹാർംഫുൾ. അപ്പൊ ഞാൻ XP95 മാത്രമേ അടിക്കാറുള്ളൂ. പിന്നെ ബാക്കി എൻലൈനൊക്കെ ആണെങ്കിലും പുതിയ വണ്ടിയാണ് ഇറ്റ്സ് ബെറ്റർ. പക്ഷെ ഇതിന് എഞ്ചിൻ സൈഡ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കട്ടപ്പുറത്ത് കയറ്റിരുത്താം.
അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി XP100 XP95 മാത്രം അടിക്കുന്നുള്ളൂ. ആക്ച്വലി കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് ഇന്റീരിയർ സൈഡ്. അപ്പൊ ഫുൾ മെക്കാനിക്കലി തീർത്തിട്ട് നമുക്ക് ഇന്റീരിയേഴ്സിലേക്ക് കിടക്കാൻ വിചാരിച്ചാണ്. ഇത് കൊള്ളാം. അപ്പോൾ കറന്റ്ലി OEM ഇന്റീരിയർ തന്നെയാണ് എടുക്കുന്നത്. ആ ഒരു സ്റ്റീരിയോ യൂണിറ്റ് മാത്രം വേറെ ഉള്ളൂ. ഭയങ്കര പ്രീമിയം അല്ലേ? അതായത് അന്നത്തെ കാലത്തെ പ്രീമിയം, പ്രീമിയത്തിന് കുറവൊന്നുമില്ല. അതെ അതെ, ടോപ്പ് ഓഫ് ദി ലൈൻ വണ്ടിയാണല്ലോ. പിന്നെ ബാക്കിലാണെങ്കിലും ലെങ്തി ആയിട്ടുള്ള ഒരു ഫൈബർ കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിലും. ഏത് വർഷത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ 2000 LCI എന്ന് പറയും 728. അത് തുറക്കണമെങ്കിൽ വേറെ എന്തൊക്കെയോ അവിടെ ഒരു ബട്ടനൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാ ചെയ്യണം. ഇവിടാണല്ലേ ഡിക്കി? പിന്നെ ഞാൻ തുറന്നതിന്റെ ചരിത്രമില്ല. വണ്ടി ആക്ച്വലി ഭയങ്കര ഒരു ലോ പ്രൊഫൈൽ ലുക്കിലാണ് എടുക്കുക. ഇത് ആക്ച്വലി സ്റ്റോക്ക് ആയിട്ട് നമ്മളൊന്നും ടാമ്പർ ചെയ്തിട്ടില്ല. അതിനെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്റ്റിയറിംഗ് കൂടെ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു കൊടുത്തോ. സ്റ്റിയറിംഗ് അന്നത്തെ കാലത്തെ ക്രൂയിസ് കൺട്രോൾ 2000 തന്നെ ക്രൂയിസ് കൺട്രോൾ ആണ് കാര്യം. അതും ഇപ്പോഴും ഫംഗ്ഷനിങ് ആണ് സാധനം ആണല്ലേ. അതെ. പിന്നെ സീറ്റ്സ് ആയാലും എന്താ പറയാ 3-way അഡ്ജസ്റ്റബിൾ അങ്ങനത്തെ കുറെ സെറ്റപ്പ് ഉണ്ട്. എഞ്ചിൻ സൈഡ് ഞാൻ നോക്കട്ടെ. ഐ തിങ്ക് ഇറ്റ്സ് അൺലോക്ക്. ഇത് ഇങ്ങനെയാണ് പൊക്കുന്നത്. ഒന്നുകൂടെ താത്തിലൊന്നുകൂടെ കാണിച്ചു കൊടുത്തേ. എഞ്ചിൻ പൊക്കുന്നത് ഇവിടെയാണ് ഈ സാധനം വരുന്നത്. ഇതെങ്ങനെ ഹൈഡായി കിടക്കുമോ? അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിൽ പോയിട്ട് തുറക്കേണ്ടി വരും. ഈ സാധനം ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് തുറക്കാം. ഇത് ആക്ച്വലി BMW പണ്ടത്തെ ഒരു ഐക്കോൺ. ഹൈഡ്രോളിക് ആയിട്ട് നിന്നോളൂ. പിന്നെ അതിൽ ആക്ച്വലി സെൻസേഴ്സും സാധനങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിന്റെ ഇൻടേക്കിന്റെ സാധനം വരാം. ഈ സംഭവം നമുക്ക് റിപ്ലേസ് ചെയ്യണ്ടേ. അതെ, ഈ ഒരു പാർട്ടാണ് കിട്ടാത്തത്. അത് നാട്ടിലെവിടെയും കിട്ടില്ല. ഇമ്പോർട്ടന്റ് തന്നെ ചെയ്യണം. OEM തന്നെ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റേ SS അടിക്കാന്നേ ഉള്ളൂ. പക്ഷെ വെറുതെ റിസ്ക് എടുക്കുന്ന വെച്ചിട്ട് OEM തന്നെ മേടിക്കണ്ട. ഈ ഒരു എഞ്ചിൻ നോക്കുകയാണെങ്കിൽ കുറെ BMW പഴയ E30s അങ്ങനത്തെ കുറെ വണ്ടികൾ വരുന്ന ഒരു എഞ്ചിൻ സൈഡാണ്. കാരണം ഇപ്പൊ ഈ ഒരു ലുക്ക് ഇല്ല എഞ്ചിന്. ആ സൈഡിലേക്ക് എന്താ പറയാ BMW ചക്കക്ഷരത്തിൽ അടിച്ചിട്ട് സാധനം നൈസാണ് കാണാൻ. എക്സോസ്റ്റ് സ്റ്റോക്കിൽ ചെറിയൊരു നോട്ടാണ് ഉള്ളത്. അപ്പൊ അതിന്റെ എന്താ പറയാ ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കുന്നതാണ്. പക്ഷെ സാധനം വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതാണ് BMW ഒരു പ്രശ്നം. ഒന്നില്ലെങ്കിൽ വണ്ടിയെ നീങ്ങില്ല, വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഞാൻ ഇല്ലാന്ന് പറയും. ചെറിയ സാധനമായിരിക്കും. അതെ. ഇത് ലോറയുടെ സെക്കൻഡ് ജനറേഷൻ ലോറ, ഫേസിസ്റ്റ് ലോറ. എഞ്ചിൻ സ്വാപ്പാണ് ഇത്. എഞ്ചിൻ അടിച്ചു പോയിട്ട് ഓവർഹോൾ ചെയ്താൽ തോന്നുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. എനിക്ക് പിന്നെ ഇത് കണ്ട് ശീലായി. എന്തോ പോലെ ഞാൻ അങ്ങനെ വർക്ക്ഷോപ്പിൽ അകത്ത് കയറി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇതൊരു 6 to 7 months മേലെ അതിന്റെ കൂടെ കിടക്കണം. ബോണറ്റ് എവിടെ തുറക്കുന്നത്? ഇത് 1.9 മറ്റേ ആ ലോറയുടെ സെയിം എഞ്ചിൻ ആയിരുന്നു. ഇത് ആക്ച്വലി സ്വാപ്ഡ് ആണ്. അതുകൊണ്ടാണ് ലൈക്ക് ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ളത്. ഗോൾഫ് മാർക്കൂസ് വേറെ ഉണ്ടെങ്കിലും 1.9 സ്വാപ്ഡ് വണ്ടി എന്റെ ഒരു അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് സൗത്ത് ഇന്ത്യയിൽ. അതെ അതെ, ഓൾറെഡി വൈറലായിരുന്നു. പിന്നെയാണ് കട്ടപ്പുറത്ത് കയറി വയറലായി കട്ടപ്പുറത്ത്. അതെ, ഇനി വീണ്ടും വൈറലാക്കാൻ വേണ്ടി വണ്ടി ഇറങ്ങണം. വലിയൊരു ഇൻടേക്കും അതുപോലെ കുറച്ച് പരിപാടികൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഇതിന്റെ വോക്സ്വാഗനെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുതിയ ലോറയുടെ 2 ലിറ്റർ TDI അല്ലേ, അതിന്റെ പാർട്സ് ഒക്കെ വെച്ച് നമുക്ക് നൈസ് ആയിട്ട് മാറ്റാം. ഇപ്പൊ ടർബോ ആണെങ്കിൽ 2 ലിറ്ററിന്റെ സ്വാപ്പ് ചെയ്യാം, ഇന്റർകൂളർ സ്വാപ്പ് ചെയ്യാം. എല്ലാം ഭയങ്കര പ്ലഗ് ആൻഡ് പ്ലേ പോലത്തെ സാധനം അവരുടെ. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ OEM സൈഡിലത്തെ പാർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ബോൾട്ടും സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഈ ഓഡിയുടെ ബാഡ്ജിങ് ഉണ്ടാവും. അതുപോലെ ഇത് ആക്ച്വലി അതിന്റെ പുതിയ പാർട്ടാണ്. ഇതിന്റെ ഗ്ലാസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ പഴയ ഒരു ഓഡിയുടെ ഒരു ലോഗോ കാണാൻ പറ്റും. ഓഡിയുടെ ഏതോ ഒരു കാർ എടുക്കുന്നതിന്റെ തുല്യമായി. അതെ, ബേസിക്കലി ഇറ്റ്സ് ആൻ ഓഡി. ഐ മീൻ ബേസിക്കലി ഓഡീസ് ആർ വോക്സ്വാഗൻ. അതെ, ഓഡിയുടെ ലോഗോ എല്ലായിടത്തും വരുന്നതാണ്. പിന്നെ ഫുൾ എല്ലാ അവിടെ എല്ലാം വരുന്നുണ്ട്. അതെ, വോക്സ്വാഗന്റെ ബാഡ്ജിങ് ഉണ്ടെങ്കിൽ അവിടെ ഓഡിയുടെ ബാഡ്ജിങ് സ്വാഭാവികമായിട്ടുണ്ടാവും. പഴയ കാറിന് അതെ, പുതിയതില് കുറവാ. പുതിയതിൽ ചില പാർട്സ് മാത്രമാണ് ഓഡി. അന്നത്തെ ആന്റീനയാണ് ഇത്. അതെ അതെ, അന്ന് തന്നെയാണ്. ഇത് അതിലും ഉണ്ടല്ലോ. അതെ, അതില് നമ്മൾ LCയിലും ആന്റീന ഉണ്ട്. ഇത് പ്രോപ്പർലി വർക്കിംഗ് ആണ്. പ്രോപ്പർലി വർക്കിംഗ് ആണ്, പക്ഷെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല, ഉപയോഗിക്കാറില്ല. ഇത് പിന്നെയാണ് ഇത് മുകളിലോട്ട് പോയത്. അതെ അതെ, ഇത് മാനുവലി ഐ മീൻ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അതിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൺ അമർത്തി തന്നെ പോകും. ഇതിന്റെ വേറൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ ഞങ്ങൾ ആക്ച്വലി വണ്ടി മേടിക്കുമ്പോൾ ബാക്കിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ല, മറ്റേ ഈ ഒരു സാധനത്തിന് മാത്രം, ഈ ഒരു അസംബ്ലിക്ക് മാത്രം അറൌണ്ട് 45,000-50,000 രൂപ വരുന്നത്. ടയറിന് ആയിരുന്നില്ലേ ഈ കമ്പി ഉണ്ടോ, അതിന് മാത്രം, ഇതിന് മാത്രം. അതാ. അപ്പൊ നമ്മൾ ആക്ച്വലി അത് പുറമെ സോഴ്സ് ചെയ്ത് നാട്ടിലാണെങ്കിൽ അതിനേക്കാളും വില വരും. ഓക്കെ, ഇനി നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇതിന്റെ മറ്റേ ബാൻഡോസ് എന്ന് പറയും സാധനത്തിന്. മുകളിലോട്ട് തുറക്കുന്നല്ലേ, ഒരെണ്ണം മുകളിലേക്കും നമ്മുടെ താറിന്റെ റോക്സിന്റെ തന്നെ. അതെ, ഒരെണ്ണം താഴേക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചില്ല് ബിയറൊക്കെ മേടിച്ചിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ആണ്. ഇതങ്ങനെ ഞാൻ ഓഫ് റോഡ് അധികം ഇറക്കിയിട്ടില്ല. ബേസിക്കലി ഞങ്ങള് എനിക്ക് പേഴ്സണലി ഓഫ് റോഡ് താല്പര്യമില്ല. ഞാൻ ഒരു ഓൺ റോഡ് പേഴ്സൺ ആണ്. ടയർസും സാധനങ്ങളൊക്കെ ഒരു MT ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഗാരേജിലെ വർക്ക്ഷോപ്പിലെ വിശേഷം. ഞാൻ തിരിച്ച് അവിടെ പോട്ടെ. ഗൈസ്, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഒരു സംഭവം കാണിച്ചത് ഇത് കണ്ടോ, ഈ കാണുന്ന സെന്ന് കണ്ടോ,
ഇത് 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 വെറും ഒരു സെൻ അല്ല. ഈ സെന്റെ പ്രത്യേകത ഇത് ആക്ച്വലി സെൻ സ്റ്റീൽ എന്ന് പറയും. ഇത് എനിക്ക് അറിയണ വണ്ടിയല്ല, പക്ഷെ ഭയങ്കര റയറേ ഉള്ളൂ. 2 ഡോർ സെൻ ആണ് ഇത് കേട്ടോ. അതുണ്ടോ തുറക്കാൻ പറ്റും. ഓ നൈസ്. ഓക്കെ, ഭയങ്കര ഐ ഗെസ് ഒരു 500 മോഡൽസ് ഇതിന് ഉണ്ടാവുള്ളൂ. കുറവേ. ഓ ആക്ച്വലി പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡൽ. എഞ്ചിൻ സ്വാപ്പ് ചെയ്ത സാധനമാണല്ലേ? 1.3 ആണെന്നാണ് എന്റെ നിഗമനം. ഓ നൈസ് നൈസ്. അപ്പൊ ഇനി നമ്മൾ വില്ലീസ് എടുത്ത് ജസ്റ്റ് റൗണ്ട് ചെയ്യാൻ പോകുന്നു. കേറി ഒന്ന് ശീലിക്കണം. ഇത് തുറക്കാൻ പറ്റും, പക്ഷേ റോൾ ചെയ്യണം. പവർ സ്റ്റിയറിംഗ് അല്ലാത്തത് കൊണ്ട് ഒരു കറക്കം കറങ്ങണമല്ലേ? നല്ല എക്സർസൈസ് ആയിരിക്കും. ഫോറാംസ് ഒക്കെ സെറ്റ് ആകണ ഈ വണ്ടി ഓടിച്ചാൽ മതി, സിമ്പിളാ. എനിക്ക് ഫോറാംസ് ഇല്ലാത്ത ഞാനല്ല, അച്ഛനെ ഓടിക്കുന്നത്. അച്ഛൻ നല്ല ഫോറാംസ് ഉണ്ട്. നമ്മൾ ഈ അപ്ഡേറ്റഡ് ടെക് കാർസിൽ നിന്ന് പെട്ടെന്ന് വിന്റേജിലോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ക്ലാസിക്കിലോട്ട് പോകുമ്പോ ഡിഫറൻസ് മനസ്സിലാവും. അതെ അതെ, ഭയങ്കരമായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇല്ലാത്ത വൈബ്രേഷൻസ് ഉണ്ടാവില്ല വണ്ടിക്ക്. അല്ല, വൈബ്രേഷൻ ഉണ്ടെങ്കിലും അതിനൊരു ഫീൽ ഉണ്ട്. നമ്മളൊരു കാറിലാണ് പോണേ. ഇതിന്റെ കൺട്രോൾസ് കാണിച്ചു നോക്കട്ടെ. ഇത് ഈ പെട്രോളിന്റെ അടുത്ത് അടിക്കുന്ന എന്തുവാ? അത് കുറച്ച് എസ്തെറ്റിക് ആയതുകൊണ്ടേ അത് കൊള്ളാല്ലേ? എങ്ങനെ എത്ര ഉണ്ടായിരിക്കും അത്? എനിക്കൊരു ഐഡിയ ഇല്ല. വണ്ടി നിക്കുമ്പോ അറിയും. നിക്കാണെങ്കിൽ നമ്മള് എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഡീസൽ അടിച്ചോണ്ട് പറയുന്നത്. പിന്നെ സ്പീഡൊന്നും കാര്യമായിട്ട് കയറുന്നില്ല. മാക്സിമം ആക്കിയ സേഫ്റ്റി ഒക്കെ പോകുള്ളൂ. പക്ഷെ വൈബിനൊരു കുറവില്ല. അതാ ഞാൻ ഇറങ്ങിയിരിക്കണം താഴേക്ക്. ഇങ്ങനെ കിടന്നാ ഓക്കെ. വൈബിനൊരു കുറവില്ല. ആൾക്കാർ നോക്കൂ. ഇതിന്റെ POV നോക്കുക. ഇതിന്റെ POV ഉണ്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ ഒരു സ്പ്ലിറ്റ് വിൻഡോവും വേറെ മൂടതാ. എന്റെ സൈഡിലൊന്നും ഇല്ല. നമുക്ക് ഇവിടെ റൈറ്റ് എടുത്തിട്ട് കുറച്ച് ഇതാണ് ഇൻഡിക്കേറ്റർ. ഇതാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് ഹെഡ്ലൈറ്റ്. ഇനി ഇവിടെ വേണമെങ്കിൽ ബ്രേക്ക് കിട്ടോ. ഞാൻ തിരിക്കാൻ പോവാ. അല്ല, സംഭവം എന്താ വെച്ചാൽ അത് നമ്മളൊന്നും ഡിസൈൻ നമുക്കൊന്നും പറ്റില്ല. ഫ്രണ്ടിൽ ആക്ച്വലി റീഎൻഫോഴ്സ് ബമ്പർ വരണേ. അപ്പൊ ഇമ്പാക്ടില് ബമ്പർ ലൈക്ക് ക്രഷ് ആവുള്ളൂ. ആ വണ്ടിയുടെ ഫുള്ള് ക്രഷ് ആവും. സോ ഇതാണ് നമ്മുടെ 66 വില്ലീസ്. യെസ്. അപ്പൊ വില്ലീസിന്റെ എന്തായാലും റയർ വണ്ടിയാണല്ലോ. അങ്ങനെ അധികം ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല. കട്ടപ്പുറത്ത് ഇറക്കുന്നുണ്ട്. ഓടുന്നത് ചുരുക്കം കുറച്ച് വണ്ടികളേ ഉള്ളൂ. അതിലൊന്ന് കണ്ടുകിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് പറയൂ, ടെക്നിക്കൽ ആൻഡ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഒറിജിനൽ വില്ലീസാണ്. ഒറിജിനൽ വില്ലീസ് ഞാൻ പറയാൻ കാരണം കുറേ പേര് നമ്മുടെ നാട്ടിൽ തന്നെ കട്ട് ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മഹീന്ദ്ര മേജർ അങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി വില്ലീസ് പോലെ നമ്മൾ ഈ 530 ഒക്കെ ഫേസ് ലിഫ്റ്റ് ഇല്ലേ, അമ്മാതിരി ഷിറ്റ് പരിപാടി ആൾക്കാർ കാണിക്കാറുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ വില്ലീസാണ്. 66 മോഡലാണ് വരുന്നത്. ഇത് 4 സ്പീഡാണ്. അത് ആക്ച്വലി നമ്മൾ എഞ്ചിൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്സ് കിട്ടാത്തതുകൊണ്ട് പണ്ട് ആ ടൈമിൽ തന്നെ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇതില് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു മിലിറ്ററി സ്പെക്ക് എന്നല്ല, ഒരു സിവിലിയൻ സ്പെക്ക് അത് വളരെ കുറവാണ്. എല്ലാം എടുക്കുന്ന ആൾക്കാരും മറ്റേ മിലിറ്ററിയുടെ സാധനങ്ങളൊക്കെ അടിച്ച് നമ്മൾ സിവിലിയൻ ഒരു US സ്പെക്ക് ആക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ക്രോം വീൽ ക്യാപ്സ് ഉണ്ട്, അത് സെപ്പറേറ്റ് നമ്മൾ മേടിച്ചതാണ്. അതുപോലെ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിലും മിക്കവരും ബ്ലാക്ക് റൂഫാണ് യൂസ് ചെയ്യുക. നമ്മളൊരു ഇത് ഡിഫറൻസിന് വേണ്ടിയിട്ട് അതെ. അപ്പൊ അത് ഈ മാച്ച് ഷെയ്ഡിലും വെച്ചു. ബാക്കി ഫംഗ്ഷനില്ല. അത് തുറന്നു കഴിഞ്ഞാൽ ഫംഗ്ഷനില്ല. അത് പക്ഷെ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതെ, ചെറുതായിട്ട് അത് ലുക്സിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ഫാക്ടറി. നമ്മളൊന്നും കാര്യമായിട്ട് മാറ്റിയിട്ടില്ല. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ്? ഇന്റീരിയറിൽ വരുമ്പോൾ ഒരു ഓഫ് കോഴ്സ് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കിട്ടും. ആക്ച്വലി നമ്മളൊരു വില്ലീസിന്റെ ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അടിച്ചു മാറ്റി. ഹോൺ എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്. എഡിറ്റർ പ്ലീസ് ഡോണ്ട് കട്ട് ദാറ്റ്. അങ്ങനെയാണ് ഇതിന്റെ ഹോൺ. പിന്നെ ഇതിന് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും വേറെ സെറ്റപ്പാണ്. വേറെ ആൾക്കാർ വേണോ? അത് വേണമെങ്കിൽ 2 പേര് വെക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിതാ വണ്ടീനെ സ്റ്റാർട്ട് ചെയ്തു. എന്റെ കാലിലോട്ട് പുക അടിച്ചു. എക്സോ സൈഡ് എക്സിറ്റ് ആണ് പോയത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനല്ലേ നോബ്, അങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ ഓഫ് ആവാൻ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചാവി ഊരിട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ഇലക്ട്രോണിക്സ് ഒന്നും വർക്ക് ചെയ്യില്ല. ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലും ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും ഡാഷ് ക്യാം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള വണ്ടിയിൽ 66 മോഡൽ വണ്ടിയിൽ ഡാഷ് ക്യാം. കാരണം നമ്മുടെ അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇങ്ങോട്ട് കുറെ പേര് കയറി വന്നിട്ട് നിങ്ങൾ അടിച്ചെന്ന് പറഞ്ഞു. സോ ജസ്റ്റ് അവോയ്ഡ് ദാറ്റ്.
ഇപ്പൊ നിങ്ങൾ പുതിയ വണ്ടി മേടിക്കുകയാണെങ്കിലും ഫസ്റ്റ് മോഡ് ഐ വിൽ സജസ്റ്റ് ഡാഷ് ക്യാം. ബ്രോഡയിൽ ഞാൻ ഇതുവരെ വെച്ചില്ല. ഇലക്ട്രിക് ആയതുകൊണ്ട് വാറണ്ടി കിട്ടുന്നവർ പറയുന്നുണ്ട് സാധനം വന്നിരിപ്പുണ്ട്, പക്ഷെ അത് കണക്ട് ചെയ്യണമെങ്കിൽ വാറണ്ടി കട്ടിയെന്നവർ പറയുന്നുണ്ട്. അപ്പൊ അത് ഇവിക്ക് കട്ടി, ഇവിക്ക് ബാറ്ററി ഇലക്ട്രിക്കൽ പരിപാടി ഒന്നും ഇവിക്ക് ചെയ്യാൻ മറ്റേ പ്ലഗ്-ഇൻ ടൈപ്പ് അത് ചെയ്യണം. അതാണ് എന്റെ അടുത്ത ലക്ഷ്യം. മറ്റേ ഞാൻ വിളിച്ച മറ്റേ 24/7 മറ്റേ സർവൈലൻസ് ഉള്ള അനങ്ങുമ്പോഴേ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് തുടങ്ങുന്നത്. അത് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ലൈനിങ് കൊടുക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അടിച്ചു പോകും ഗൈസ്. ഇതിനോട് ആക്ച്വലി എന്താ പറയാ ഒരു ഇത് ഉണ്ടായിരുന്നു, മറ്റേ പെട്രോളിന്റെ ക്യാൻ ഉണ്ടായിരുന്നു. അത് മാമമാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എടുത്തിട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്പർ പ്ലേറ്റ് ആക്ച്വലി ഇങ്ങനെയല്ല, നമ്പർ പ്ലേറ്റ് ഇവിടെയാണ് വരുന്നുണ്ടായിരുന്നേ. അത് ആക്ച്വലി വണ്ടിക്ക് ഫാക്ടറി അതായത് ഇവർക്ക് പ്ലേറ്റ് തന്നെ വേണം. പ്ലേറ്റ് കണ്ടില്ലേ ശരിയാവില്ല. അപ്പൊ പിന്നെ ശരി പ്ലേറ്റ് അടിച്ചു തരാം, പ്ലേറ്റ് അടിച്ചു കൊടുത്തു. പിന്നെ ഇതൊക്കെ ഫാക്ടറി വരുന്ന ആന്റിന തന്നെയാണ്. നല്ല ഇതുകൊണ്ട് ഒരു അടി ഇട്ട് നല്ല സുഖം ഉണ്ടാവും. എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഉണ്ട്. ഞാൻ ഇങ്ങനെ പണ്ട് ഇങ്ങനെ വലിച്ചു വിട്ടതാ, ഹെഡ് ഷോട്ട് കിട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അതേ പിന്നെ ഞാൻ അതും അധികം കളിക്കാറില്ല. അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ മാറി. ഇത് ആക്ച്വലി വീണ്ടും റീപ്ലേറ്റ് ചെയ്യാറായി. ഊരിക്കൊണ്ട് പ്ലേറ്റ് ചെയ്യണം. ഊരുന്ന അത്ര ടാസ്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ വൈപ്പർ ശ്രദ്ധിച്ചായിരുന്നു. ഉള്ളിൽ കയറ്റ് മോട്ടർ താങ്ങുന്നില്ല. ഫ്രണ്ടി കൂടെ കാണിച്ചു തരാം. അതിന്റെ വൈപ്പർ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ലായിരിക്കും വണ്ടി ഇവിടെ. അപ്പൊ നമ്മൾ തന്നെ ചെയ്യണം. അതെ, അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് മാൻ പവർ ആയിട്ട് വേറെ ആളോട് വെക്കാം. സൈഡിൽ ബ്രോ അടിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോർഡ് എന്ന് പറഞ്ഞിരിക്കും. ഈ സാധനം കണ്ടോ, ഫോർഡിന്റെ ലോഗോ, പഴയ ഫോർഡിന്റെ ലോഗോ. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡുകാരും വില്ലീസുകാരും കൊളാബറേറ്റീവ് ആയിട്ട് അവരുടെ ഫോർഡ് വില്ലീസ് എന്ന് പറഞ്ഞാൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വില്ലീസിന്റെ ലാമ്പ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫോർഡിന്റെ ലാമ്പ് കയറ്റി വെച്ചു. അത് കൊള്ളാം, സാധനം വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു പിടുത്തില്ല, പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വില്ലീസിന്റെ വിശേഷങ്ങൾ. യെസ്, വില്ലീസിന്റെ വിശേഷങ്ങൾ. പിന്നെ അവിടെ നമ്പർ 4 എഴുതിയതാണോ? ഇല്ല. അതെന്താ സംഭവം എനിക്കറിയില്ല. അറിയാതൊരു വണ്ടി അന്ന് അടിക്കുമ്പോ ഇപ്പൊ അത്രയും എനിക്കറിയില്ല. അച്ഛൻ പോലും ജനിച്ചിട്ടില്ല ആ ടൈമില്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം പുറകെ കയറിയിരിക്കട്ടെ ഗൈസ്. പുറകിലെ കംഫോർട്ട് കണ്ടു നോക്കട്ടെ. പൊട്ടാണ് അയ്യോ കഴിയില്ലേ വഴി. ഇതാണ് ഗൈസ് ബാക്കിലത്തെ സംഭവം. ഇത് ഊരി കളഞ്ഞായിരുന്നു കുറച്ചുകൂടെ കംഫോർട്ട് കിട്ടിയത്. പക്ഷെ വെയില ഭയങ്കര ലൈക്ക് അത്യാവശ്യം പഴക്കമുള്ള വണ്ടിയായതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ നമ്മൾ പുഷ് ചെയ്യാതിരിക്കുന്നത്. കാരണം 66 എന്ന് പറയുന്നത് ചില്ലറ വർഷങ്ങളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ലൈക്ക് ഓഫ് റോഡൊക്കെ ആക്ച്വലി ഒന്ന് ഫുള്ളി എന്താ പറയാ സെറ്റാക്കി ഓഫ് റോഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ പറ്റും, കുഴപ്പമില്ല. സോ ബ്രോ, ഞാൻ നിങ്ങൾക്ക് വേറെ ആരും ചെയ്യാത്തൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. വേറെ ആരും ഇതിന്റെ ലൈക്ക് എല്ലാത്തിന്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് അവർ പട്ടി കളക്ഷൻ. ഹണിവാ അകത്ത് ലൈറ്റ് വെളിവാ. വേറെ ആരാണ് ഡോഗ് കളക്ഷൻ? ഇല്ല കടിക്കൊന്നുമില്ല. ഡോഗ് കളക്ഷൻ ചെയ്തിട്ടുള്ള വേറെ ഏത് യൂട്യൂബറാണ് ബ്രോ? ദിസ് ഇസ് ഹണി, റാണി ആൻഡ് റിയോ. ഇത് ഹണി, ഇത് റാണി, ഇത് റിയോ. ഒന്നും ചെയ്യില്ല, ഷിറ്റ്സൂസ് ആയതുകൊണ്ടേ അവര് ജസ്റ്റ് മണം പിടിക്കുള്ളൂ. കുറയ്ക്കും, പക്ഷെ പേടിക്കാതിരുന്നാൽ മതി. അപ്പൊ യൂട്യൂബ്സ് ഫസ്റ്റ് ഡോഗ് റിവ്യൂ ഗൈസ്. ഇത് നമ്മുടെ 2000 സംതിങ് മോഡൽ റിയോ ആണ്. ദിസ് ഇസ് ഓൾസോ 2019 മോഡൽ ഹണി. അപ്പൂപ്പന്റെ കൂട്ടിരിക്കുന്നില്ലേ? അപ്പൂപ്പന്റെ വൈബില്ലേ? പെണ്ണാണോ? ഇത് പെൺകുട്ടി, ഇത് ആൺകുട്ടി, അതും പെൺകുട്ടി. റാണി വാണി കുഞ്ഞു വാ. ദിസ് ഇസ് എക്സ്ട്രീംലി ഹെവി ഡ്യൂട്ടി റാണി. എന്റെ പക്ഷെ ആൾക്ക് അങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല. ലേശം ഇൻവെർട്ടറാണ്. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാറൊക്കെ. ആളെ ചേർന്നടി പോയിരിക്കണേ. നമ്മൾക്കിപ്പോ വല്ല ഡിപ്രഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിത്യങ്ങൾ മാത്രം മതി. വണ്ടികളെ പോലെ തന്നെ ഈ വിത്യങ്ങളും ഹീൽ ചെയ്യുന്നതാണ്. സംസാരിക്കാനുള്ള കഴിവില്ലാന്നേ ഉള്ളൂ, വണ്ടിക്കും ഇല്ല. പിന്നെ ഇത് ആക്ച്വലി കുറച്ച് റീസ്റ്റാർട്ടഡ് ആയിട്ടുള്ള കൂട്ടത്തിലാണ്. അവന്റെ മെയിൻ പരിപാടി എന്താ പറയുക, ഇവന്റെ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മതിൽ നോക്കിയിരിക്കും അല്ലേ കുട്ടാ? അതൊരു സൈസിലെ ഡിപ്രഷൻ എന്തേ? ഇതാര്? ഈ ചേട്ടനാരാ? ഈ മാമനാരാ? റീൽസ് കാണാറുണ്ടോ? സബ്സ്ക്രൈബ് ടു ഗോപികൃഷ്ണൻ ടെക്കി. ഇനി വേറൊരു കളക്ഷൻ കൂടെ കാണിച്ചു തരാം. അതിന് നമ്മൾ ഷൂവിൽ കയറണം. നമുക്ക് അകത്ത് കയറാം. ഇതാണ് നമ്മുടെ വേറൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻ. ഇത് കൊള്ളാലോ. മൊത്തം ഹോട്ട് വീൽസാ, എല്ലാ ഹോട്ട് വീൽസ്. അതിന്റെ മേലെ വേറെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ദിസ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് പ്രൈസ് പൊസഷൻ. ഇത് നമ്മുടെ E30ന്റെ സെയിം മോഡലായിരുന്നു. സെയിം സാധനം, ബ്ലാക്ക് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ 123യുടെ മോഡലുണ്ട്. പിന്നെ ഗോൾഫിനുണ്ട്,
പിന്നെ ഇവിടെ ഉള്ള വണ്ടികളിലെല്ലാം ഉണ്ട്. ലാൻഡ് ക്രൂസറിന്റെ പഴയ പുതിയ മോഡലാണ്. അതെ, ലാൻഡ് ക്രൂസർ സെയിം സാധനം ഉണ്ട്, LC 80 സീരീസ്. ഇത് വെച്ചിട്ട് റീലൊക്കെ ഉണ്ടായിരുന്നു. ഇട്ടിട്ടുണ്ടല്ലേ? പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ ഒരു E30 ഡിഫൻഡർ ഒക്കെ ഉണ്ട്. മേ ബി ഇൻ ദ ഫ്യൂച്ചർ വി ക്യാൻ സോറി ബ്രോ, സോറി ചവിട്ടിയതല്ല. മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഒരു ലാൻഡ് റോവറും ഇതൊക്കെ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കൂടെ മുറ്റത്ത് കിടക്കട്ടെ. എന്റെ ആക്ച്വലി പണ്ടൊരു 124 ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇതിനെ പറ്റി എന്താ അഭിപ്രായം? G-Wagon ഡ്രീം കാർ മൺഡേ ഇതൊക്കെ ആരെയും ഉള്ളിൽ കൊണ്ടുപോയിട്ടേ. ടെസ്ല ടെക് വൈസ് അടിപൊളിയാണ്, ഇരിക്കട്ടെ. ഇത് ബ്രോന് വേണ്ടിട്ട് അത് വിട്ടിരിക്കട്ടെ. അതിന് വേറെ ലീവ് ഉണ്ടോ നോക്ക്, ഇവിടെ ഒന്നുമില്ല. ഇവിടെയും അവിടെ ഒന്നും ഇല്ലെന്നില്ല. ഇവിടെ നോക്ക്, ഇവിടെ പൊട്ടിക്കാത്ത കുറെ കളക്ഷൻസ് ഇരിപ്പുണ്ട്. ആൻഡ് ഇവിടെ ടേബിൾ നോക്കുമ്പോൾ ഇവിടെയും കുറെ കളക്ഷൻസ് ഇരിപ്പുണ്ട്. നമ്മുടെ റോട്ടിൽ കഴപ്പ് കാണിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മള് കഴപ്പ് കാണിക്കുന്നത്. ഈ സാധനം ഉണ്ടല്ലേ, സിം റേസിംഗ് സെറ്റപ്പ് ആണ്. ഏത് ഗെയിം കളിക്കും? ഇപ്പൊ ക്രൂ ആണ് ഇവൻ കളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഈ ക്രൂവില് വീലില്ലാത്തോണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ പടം കാണാൻ വേണ്ടി ഗെയിമിംഗ് ലാപ്പിന്റെ അടുത്തേക്കല്ലേ? യെസ്, PC ബിൽഡ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ ഞാൻ മോസ്റ്റ് പ്രോബ്ലി ഈ ഇയർ തന്നെ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും വർക്കിന് വേണ്ടിയിട്ട്. PC സ്റ്റെപ്പ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ പറഞ്ഞു തീരത്തില്ല, കാരണം ഇഷ്ടംപോലെ വണ്ടികളുള്ളതുകൊണ്ട് ഓരോ വണ്ടിക്കും ഓരോ ക്യാരക്ടറാണ്, ഓരോ കഥകൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം ഓരോ വണ്ടിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു നമ്മൾ BM എന്ന് ഇറങ്ങട്ടെ, ഗോൾഫും കൂടെ ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് നമുക്കൊരു ഡ്രൈവ് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഈ കിടക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് പടക്കുതിരകളെ കൂടെ ഇറക്കിയിട്ട് BM-ന്റെ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ അവർ എന്തെങ്കിലും ചെയ്യണം. റിവ്യൂ ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നാമത്തെ റയർ സാധനം. അപ്പോൾ അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു എപ്പിസോഡ് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. കാരണം ഇത് ജസ്റ്റ് ചുമ്മാ ഒരു ടൂർ പോലെ സംഭവമാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. യെസ്, അപ്പോൾ എനിവേ കണ്ടാലും സന്തോഷം. അതെ, അച്ഛനെയും കിട്ടിയിട്ടില്ല, ചേച്ചിയും കിട്ടിയിട്ടില്ല. കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും എവിടേക്കോ പോയേക്കാണ്, കറങ്ങിക്കാണ്. അച്ഛനിൽ നിന്നാണ് കിട്ടിയത് ഇത് മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ കഥകളും മോന്റെ കഥകളും കൂടെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും നല്ലത്. യെസ്, ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുമെന്ന് കരുതുന്നു. യെസ്, അപ്പൊ ശരി, ബൈ ഗൈസ്.